2 ദിവസം മഴയ്ക്ക് ഏതൊക്കെയോ ചെടികൾക്ക് മണ്ണും ദാനധർമ്മം ചെയ്ത് കമന്ന് നടക്കണു തവൻ. ആയുധം എടുത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും എൻ്റെ കയ്യിൽ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവൾക്ക്. പിന്നെ നമ്മൾ അന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, നല്ല അന്തസ്സായിട്ട് അളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അങ്ങോട്ട് വാരിക്കളഞ്ഞ് കുത്തിക്കളച്ചങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോൾ വാസ്തുവിൻ്റെ പ്രശ്നത്തിലാണെങ്കിലോ ഉരുളക്കിഴങ്ങ് പോയത് നമ്മുടെ തക്കാളി പിടിച്ചിട്ടുണ്ട്. തക്കാളിയുടെ അടുത്ത് തന്നെ കൊണ്ടുവച്ചു. പിന്നെ അവിടെ മഴയത്ത് കമന്ന് നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചെടി, അതിനെ പോയി ഒറ്റക്കൊത്ത് അതിനെ എടുത്ത് അതിൻ്റെ അപ്പുറത്താണ് ചെരിഞ്ഞ് നടക്കുന്നത്, അതിനെ എടുത്ത് 2 എടുത്ത് കയ്യിലാക്കി. ഇനിയിപ്പോൾ ചാക്കില്ല, ഇനിയിപ്പോൾ അടുത്ത ചാക്ക് വെട്ടി മണ്ണ് നിറയ്ക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ബാക്കി 2-3 അവന്മാർ പിന്നെ വീണിട്ടില്ല. അവന്മാർക്ക് അങ്ങോട്ട് മണ്ണങ്ങോട്ട് കൂട്ടി കൊടുത്തു, നിറച്ചങ്ങോട്ട് വെച്ച് സെറ്റാക്കി കൊടുത്തു. പിന്നെ അത് അവനെ കണ്ടില്ലേ, പൂവൊക്കെ വരുന്ന് മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ആരോഗ്യവാനാണ്. നമ്മൾ അവനെ അങ്ങനെ നശിപ്പിക്കാൻ വിടരുതല്ലോ. അപ്പോൾ പിന്നെ അടുത്തുള്ള പുല്ലൊക്കെ ചെത്തി കളഞ്ഞു, അവനെയും മണ്ണങ്ങോട്ട് ഇട്ട് കൊടുത്തു, സെറ്റാക്കി വെച്ചു. ഇവന്മാരിനി മണ്ണുദാനകർമ്മം ചെയ്ത് കമന്ന് നടക്കാതെ ഇരുന്നാൽ മതി. പിന്നെ എടുത്ത 2 ചെടീനെ എടുത്തു നേരെ കൊണ്ടുവന്നു. ഈ 2 ചെടികൾക്കും വേരോടി കളിക്കാൻ വേണ്ടിയിട്ട് മണ്ണൊന്ന് ലൂസാക്കണമല്ലോ, അതിന് വേണ്ടി നമ്മുടെ ആയുധം എടുത്തു ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി വെച്ചു. പിന്നെ ആ 2 ഇതൊറ്റ കയറി 2 അടക്കടക്കം 2 ദിവസം വളഞ്ഞ് ഒന്നുണ്ടാവും തോന്നുന്നു. അവന്മാരുടെ അങ്ങനെയൊക്കെ നല്ല വളമുണ്ട്. പിന്നെ നമ്മൾ ആയുധം കഴുകി മഴയൊക്കെ ഉണ്ടെങ്കിലും ആ വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നാളേക്ക് വല്ലതും കിട്ടുമോ നോക്കട്ടെ.